ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് കുറച്ച് കണവ കിട്ടി. ഇവിടെയൊക്കെ കണവ എന്നാണ് പറയണത്, പലയിടത്തും പല പേരാണ്, കൂന്തൽ എന്നും പറയും. അപ്പം ഞാനതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് കുറച്ച് കണവക്കറിയും തോരൻ തയ്യാറാക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടി ചെറിയ കുഞ്ഞുള്ളി ഞാനൊന്ന് തോലൊക്കെ കളഞ്ഞെടുക്കുകയായിരുന്നു. ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും കൂടെ എടുത്ത് വയ്ക്കണം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിലും കടുകൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ചൂടായി വന്നപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട്, ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വലിയ 2 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടെ ഇട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനിടയ്ക്ക് കുറച്ച് പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കൂന്തൽ അഥവാ കണവ ഇതിലേക്കിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ കണവ തോരന് വേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഞാൻ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കണവ കറിക്ക് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ്. പിന്നെ കണവ തോരന് വേണ്ടി വെച്ചേക്കുന്നതിൽ നമ്മുടെ കണവയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതവിടെ ഇരുന്ന് വെന്തോളും. ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണവക്കറി വേവാൻ വേണ്ടി ഞാൻ ആവശ്യമായ വെള്ളം കുറച്ചുകൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചാൽ അതും അവിടെ ഇരുന്ന് സെറ്റായിക്കോളും. നമ്മുടെ കണവ തോരന് വേണ്ടിയുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, വറ്റി വരണം. നമ്മുടെ കണവക്കറി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, നല്ല വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ കണവയ്ക്ക് തോരന് വേണ്ടി തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കണവ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പിടി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നാലേ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആകുള്ളൂ. അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കണവ തോരനും നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. കണവത്തോരനും റെഡി. പിന്നെ പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ബീറ്റ്റൂട്ട് വിഴുക്ക് വരട്ടി തയ്യാറാക്കാമെന്ന് കരുതി. അപ്പോൾ ബീറ്റ്റൂട്ടും ഒരു സവാളയും പച്ചമുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അത് അടച്ച് വെച്ച് കഴിച്ചാൽ നമ്മുടെ വിഴുക്ക് വരട്ടി റെഡി. പിന്നെ തൈരിന് വേണ്ടി തൈരും കുറച്ച് സവാളയും തക്കാളിയും മുളകൊക്കെ ഇട്ട് സലാഡും തയ്യാറാക്കി. നമ്മുടെ വിഴുക്ക് വരട്ടിയും റെഡിയായി. പിന്നെ കുറച്ച് തുണി നല്ല അലങ്കോലമായിട്ട് കിടക്കിയിരുന്നു. അപ്പോൾ അലമാരയിൽ ഞാൻ അതെല്ലാം പെട്ടെന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.